ഇവിടുന്ന് പോവാൻ നോക്ക. ഞങ്ങൾ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ സുബിയെ കൊണ്ടേ പോവുള്ളൂ, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. സുബി ഇറക്കി വിടറോ, ഞങ്ങളുടെ കൂടെ വിടാനാ പറഞ്ഞത്. എന്താടാ വിചാരിച്ചേ? ഇവിടെ എന്താ പ്രശ്നം? വിടുക. സർ, ഞാൻ ശ്രീരാം ദേശായി. സുബി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നേ. ഇയാള് സുബിയെ ഞങ്ങളുടെ കൂടെ വിട്ടത്. എന്നിട്ട് കള്ളം പറഞ്ഞ് ഇയാള് സുബിയെ വീട്ടിലേക്ക് എത്തിച്ചു ഇന്നലെ. ഇപ്പൊ ഒന്നും പറയാതെ ഏതോ ഫോസ്റ്റർ പേരൻസിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ സർ? സ്വാമി എന്നോട് നിങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് കുട്ടിയെ തരാൻ ഇയാൾക്ക് താല്പര്യമില്ല. ഇയാൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഓൾറെഡി പ്രൊസീജിയേഴ്സ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. നോക്ക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പൊയ്ക്കോ. സർ, അങ്ങനെ പറയരുത് സർ. ഇവരുടെ കുട്ടി ഒരു ആക്സിഡന്റിൽ മരിച്ചതാ. അന്ന് തൊട്ട് ഇവന്റെ വൈഫിന്റെ നില മോശമാ. സുബി വന്നപ്പോ തൊട്ട് സുബി അവരുടെ മകളാണെന്ന് കരുതി വളരെ സന്തോഷിച്ചിരിക്കുക. ഞങ്ങൾ സുബിയെ പൊന്നുപോലെ നോക്കിക്കോളാം. ദയവ് ചെയ്തവളെ ഞങ്ങളോട് വേണം സർ, പ്ലീസ്. നിങ്ങൾ ആ കുഞ്ഞിനെ നോക്കണം സർ. ഞങ്ങൾ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് ചോദിച്ചു നോക്കാം അവളോട്. ഇത്രയും ദിവസം അവൾ ഞങ്ങളോട് ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്നത് സർ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നോക്കൂ സർ, ആരെയൊക്കെ വിശ്വസിച്ചാലും നിങ്ങളെ പോലെയുള്ള പണക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. നിങ്ങൾ കറക്റ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കുട്ടിയെ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? ആരും അറിയാതെ നിങ്ങൾ എന്തിനാ അവളെ കൊണ്ടുപോയത്? നാളെ ഈ കുഞ്ഞിനെ നന്നായി നോക്കൂ എന്നുള്ളതിന് എന്താ ഗ്യാരണ്ടി? നാളെ നിങ്ങൾക്ക് മറ്റൊരു കുഞ്ഞുണ്ടായാൽ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കില്ല എന്ന് എന്താ ഒരു ഉറപ്പ്? ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല സർ. ഞങ്ങൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. ദയവ് ഇതൊന്ന് വിശ്വസിക്കുക സർ. ഇവരെ വിശ്വസിക്കരുത് സാറേ. ഇവരെ ഒന്നും ഒരല്പം പോലും വിശ്വാസമില്ല എനിക്ക്. എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് എന്റെ കൊച്ചുമോളെ കൊണ്ടുപോയവരാ ഇവര്. ഇവരുടെ കൂടെ ഒന്നും ഞാൻ അവളെ പറഞ്ഞു വിടില്ല സാറേ. നീ നോക്ക്, ഇയാൾ അയക്കില്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മിണ്ടാതെ ഇവിടുന്ന് പോവാൻ നോക്ക് സർ, പ്ലീസ്. സർ, നോക്ക്, ഈ നിൽക്കുന്ന റാമിന്റെ ഇൻഫ്ലുവൻസ് വെച്ച് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ കാര്യം കുറച്ച് സെൻസിറ്റീവാ, അതുകൊണ്ടൊന്നും പറയാത്തെ. നിങ്ങൾക്ക് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും കുട്ടിയുടെ ഗാർഡിയന് നിങ്ങൾക്ക് കുട്ടിയെ തരാൻ താല്പര്യമില്ല. മാത്രമല്ല, ആ കുട്ടി ആ പാരന്റ്സിനോടൊപ്പം ഒപ്പോസ് ചെയ്യുന്നുമില്ല. അവർക്കെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം? പോവാ നോക്ക്. ഒരേ ഒരു തവണ സാറേ, പ്ലീസ് ആ കുട്ടിയെ വിളിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അവള് ഞങ്ങളോട് വരുന്നില്ല എന്ന് പറഞ്ഞാ ഞങ്ങൾ പൊയ്ക്കോളാം. അതൊന്നും നടക്കുകയല്ല. പോവാൻ പറ സാറേ ഇവരോട്. നീ നോക്ക് സാറേ, പ്രശ്നമുണ്ടാക്കാതെ പോകുന്ന നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം നല്ലത്. അകത്തേക്ക് വാ സ്വാമി. ഓ ഗോഡ്. സീത, ഇത് നോക്ക്, നല്ല കോമഡിയാ. ഏയ്, നിനക്കിത് എന്ത് പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നെ? എന്താണെന്ന് അറിയില്ല പ്രിയ, എന്തോ വല്ലാത്ത സങ്കടം പോലെ. സങ്കടോ? ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി? പ്രിയ, അന്നെന്റെ ബർത്ത്ഡേ അന്ന് സംഭവിച്ചില്ലേ, അതുപോലെ തോന്നുന്നുണ്ട് പ്രിയ. എന്തോ വിചിത്രമായ ഫീലിംഗ്. നീ ചിലപ്പോ സിഹിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരിക്കും സീത. അവളവിടെ ഓക്കെ ആയിരിക്കുന്നേ. ഇപ്പൊ എന്തായാലും അശോക് റാമു അങ്ങോട്ട് പോയേക്കുമല്ലേ. പ്രിയ, എനിക്ക് സിഹിയെ കാണണമെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് വീട്ടിലേക്ക് പോവാം പ്ലീസ്. വീട്ടിലേക്കോ? വേണ്ട സീത, എന്തായാലും അവരിപ്പോ അവളെയും കൊണ്ട് വരുമല്ലോ.
എനിക്കെന്തോ സിഹയ്ക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട് പ്രിയ. അയ്യോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല സീത. റാമിന്റെ കൂടെ സിഹി ഉള്ളപ്പോ പിന്നെ എന്ത് സംഭവിക്കാനാ? നീ വെറുതെ നെഗറ്റീവായിട്ട് ആലോചിക്കല്ലേ, കുറച്ച് പേഷ്യൻസ് കാണിക്കേ. സീത, എന്തിനാ മോളെ വെറുതെ ഓരോന്ന് ആലോചിക്കുന്നേ? അത് മുത്തശ്ശ, കുഞ്ഞമ്മയുടെ അടുത്ത് മാറി നിൽക്കുമ്പോ അമ്മയ്ക്കുണ്ടാവുന്ന വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിനക്കാണെങ്കിൽ സിഹിയാ നിന്റെ പ്രപഞ്ചം. ഇത്രയും ദിവസം നീ അവളെ വിട്ടിരുന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാ എന്തൊക്കെയോ ആലോചനകൾ വരുന്നേ. നിന്റെ മകൾ എങ്ങോട്ടാ പോയത് മോളെ? നിന്റെ സ്വന്തം വീട്ടിലേക്കല്ലേ. അവളെങ്ങോട്ട് വന്നോളും. മോള് സമാധാനായിട്ടിരിക്കുക. ശരി മുത്തശ്ശ. പൊട്ടി സീത, കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച എങ്ങനെയാ മോളെ? ചിറക് മുളച്ച പക്ഷി കൂട്ടിലിരിക്കുമോ മോളെ? അത് ആകാശത്തേക്ക് പറന്നു പോവില്ലേ? അതിനൊക്കെ ഇങ്ങനെ വിഷമം കാണിച്ച എങ്ങനെയാ? വീണ്ടും വൈകുന്നേരം കൂട്ടിലേക്ക് വരുമെന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിയണം. എന്താ പ്രശ്നം? ഒന്നുമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിയോ? സുബി, നീ ഇങ്ങനെ വെറുതെ ലൂസിനെ പോലെ നിൽക്കുന്നേണ്ടാ? വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോ. അച്ഛൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും. സുബി, നീ ആരെയാ എവിടെ നോക്കി നിൽക്കുന്നേ? വാ അകത്തേക്ക്. പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അഡോപ്റ്റ് ചെയ്യുന്നവരും കുട്ടിയുടെ ഗാർഡിയനും പിന്നെ കുട്ടിയും എല്ലാവരും ഒന്ന് സൈൻ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞു. അതിന്റെ കൂടെ ഒരു വിറ്റ്നസിന്റെ സൈൻ കൂടെ നമുക്ക് ആവശ്യം വരും. ഓക്കെ സർ. ഇതാ സർ. ഇനി ദത്ത് കൊടുക്കുന്നവര് ഇവരാ സ്വാമി. അവിടെ ഒരു ഒപ്പ്. സുബി, നിനക്ക് സീതമ്മ വേണ്ടേ? നീ അവരുടെ കൂടെ പോവാൻ തീരുമാനിച്ചോ? എടാ, നമുക്ക് ആരുടെങ്കിലും ഹെൽപ്പ് ചോദിച്ചൂടെ? നിനക്ക് അതിനത്രയ്ക്ക് സമയം വേണോ? കമ്മീഷണർ അങ്കിളിനെ ഫോൺ ചെയ്ത് ഈ അഡോപ്ഷൻ പ്രൊസീജിയർ നിർത്താൻ പറഞ്ഞൂടെ? ബട്ട് എന്താ? നീ സുബി ഒന്ന് നോക്കടാ. ഒരൊറ്റ തവണ പോലും അവള് നമ്മുടെ കൂടെ വരാമെന്ന് മുത്തശ്ശനോട് പറഞ്ഞില്ലല്ലോ. അവൾക്ക് എന്നെ ഇഷ്ടമല്ല അശോക. സീതയോട് ചിലപ്പോൾ അവൾക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാവും, പക്ഷെ ഷീ ഹേറ്റ്സ് മീ. ആ കാരണം കൊണ്ടാണെങ്കിലും അവള് നമ്മളെ വേണ്ടെന്ന് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഇൻഫ്ലുവൻസ് ചെയ്താലും നോ പോയിന്റ് അശോക. നോ പോയിന്റ്. എടാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാമ. സുബിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ അവള് നമ്മുടെ പുറകെ ഓടി വന്നനെ അശോക. ഇനി നമുക്ക് കുട്ടിയുടെ ഒപ്പ് കൂടി വേണം. ഒന്ന് സൈൻ ചെയ്യാൻ പറയൂ. മോളെ, ഇവിടെ നിന്ന് സൈൻ ചെയ്യേ.
ഒപ്പിടും മോളെ. വേണ്ട സുബി, അതിൽ സൈൻ ചെയ്യണ്ട. നീ അതിലെങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞാ നീ പിന്നെ വേറെ ആരുടെയോ മകളാ. നിനക്കത് ഇഷ്ടമാണോ? നിനക്ക് സീതമ്മയുടെ മകളായിട്ട് ഇരിക്കാനല്ലേ ഇഷ്ടം? അതിൽ സൈൻ ചെയ്യല്ലേ സുബി. സൈൻ ചെയ്യും മോളെ. ഡേ, മര്യാദക്ക് ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടോ? ഏയ്, കുട്ടിയോട് ദേഷ്യപ്പെടുന്നതിന് മോളെ സൈൻ ചെയ്യും മോളെ. എന്ത് പറ്റി മോളെ? എന്താ പ്രശ്നം? എന്ത് മോളെ, ഞങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമല്ലേ? ഏയ്, അവക്ക് ഇഷ്ടമാണെന്നേ. നിങ്ങളുടെ വന്നോളൂ. നോക്കു സുബി, നീ ഞങ്ങളുടെ കൂടെ വന്ന പൊന്നു പോലെ നോക്കിക്കോളാം. ഇവര് പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട സുബി. അതെ, ഒരുപാട് ടോയ്സ് വാങ്ങിത്തരാം. അതുപോലെ നിന്നെ നല്ലൊരു സ്കൂളിലും ചേർത്തോളാം. നിന്നെ ഞാൻ ദിവസവും കുളിപ്പിച്ച് ഉടുപ്പിടിച്ച് തന്ന് ഭക്ഷണം വാരി തന്ന് കഥ പറഞ്ഞ് ഉറക്കം മോളെ. ഞാൻ നിന്നെ എന്റെ തോളത്തിരുത്തിയിട്ട് എല്ലായിടത്തും കൊണ്ടുപോയിക്കോളാം. നീ പറയുന്നതെല്ലാം തന്ന് സന്തോഷമായിട്ട് നോക്കിക്കോളാം. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പറഞ്ഞതെല്ലാം രാംദേശായും സീതാമ്മയും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടല്ലോ. എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഭക്ഷണം വാരിത്തരും, കഥ പറഞ്ഞ് എന്നെ അവർ ഉറക്കും, ഞാൻ ചോദിച്ചതെല്ലാം വാങ്ങിത്തരും. 10 പേരെ കൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് അവള് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും അവൾക്ക് ശല്യമാവില്ല. ദൈവമേ, എണ്ണിത്തിരുന്നതിന് മുമ്പ് അവൾക്ക് വരാൻ തോന്നണേ. വേണ്ട സുബി, പ്ലീസ് സൈൻ ചെയ്യണ്ട. 1 2 3 പൊട്ടി, അതിൽ സൈൻ ചെയ്ത് കൊടുത്തു. താങ്ക് യു സാർ. നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു കുട്ടിയെ കിട്ടി. ഇതെന്താ മോളെ? ഇതെന്താ ഇങ്ങനെ സൈൻ ചെയ്തേ? നിന്റെ പേര് സുബി എന്നല്ലേ? സീതമ്മ സൈൻ ചെയ്ത എന്താ? 7 ആരാ സീതമ്മ? എന്റെ അമ്മയുടെ പേരാ സീതമ്മ.
സുബി നിൽക്ക്. ഒരു മിനിറ്റ് സാറേ. സുബി നിൽക്കാൻ. യെസ് സുബി. അച്ഛാ. ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോവില്ല. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോളാം. എനിക്ക് നിങ്ങളെ വേണം. സീതമ്മയെ വേണം. താങ്ക് യു മോളെ, താങ്ക് യു സോ മച്ച്. നീ സുബി വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. ഇറങ്ങി വാ ഇങ്ങോട്ട്. നീയേ അവരുടെ കൂടെയാ പോകേണ്ടത്, ഇവന്റെ കൂടെ അല്ല. മിണ്ടാതിരിക്കും സ്വാമി. നീ പറയുന്നതെല്ലാം കേട്ടപ്പോ ഇദ്ദേഹം തെറ്റുകാരനാണെന്ന് ഞാൻ കരുതി. പക്ഷെ ആ കുട്ടിയെ നോക്ക്, അവരോട് എത്രമാത്രം സ്നേഹമാണെന്ന് കണ്ടോ? കുട്ടിക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇവർക്ക് കുട്ടിയുള്ള സ്നേഹം കൊണ്ടല്ലേ. ഇവർ ഈ കുട്ടിയെ നന്നായിട്ട് നോക്കിക്കോളും. അപ്പൊ കുട്ടി ഇവരുടെ കൂടെ തന്നെ നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച് ഇൻസ്പെക്ടർ. അല്ല സാറേ, ഇനി മിണ്ടി പോകരുത്. സോറി സാർ, നിങ്ങളുടെ കൂടെ ഈ കുട്ടിയെ വിടാമെന്ന് കരുതിയ വിളിപ്പിച്ചത്. പക്ഷേ ഈ കുഞ്ഞ് വരെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്നതാ ശരി. നോക്കൂ മിസ്റ്റർ ദേശായി, എത്രയും പെട്ടെന്ന് കുട്ടിയെ ലീഗലി അഡോപ്റ്റ് ചെയ്യണം. വൈകാൻ പാടില്ല. ഷുവർ സർ, വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. വാടോ. സുബി ഇറങ്ങ താഴെ. സോമച്ചേട്ടാ, നിങ്ങൾ ഇവളെ മറ്റാർക്ക് കൊടുക്കാൻ ഡിസൈഡ് ചെയ്തല്ലേ, അതിന് പകരം സുബി എനിക്ക് തന്നൂടെ? ഇവളെ ഞാൻ നോക്കിക്കോളാം. ഇറങ്ങി വാ ഇങ്ങോട്ട്. ഞാൻ വരില്ല. ഏയ്, സുബി തന്നെ പറഞ്ഞല്ലോ, ഇനി മുതല് വീടിന്റെ അടുത്ത് കാണുകയോ ഇമ്മാതിരി വൃത്തികേട് കാണിക്കുകയോ ചെയ്താ നന്നായിരിക്കില്ല. ഇവിടെ പോവാം.